السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. مثل وقوفك يوم الأرض عريانا مستوحشا قلق الأحشاء حيرانا. مثل وقوفك يوم الأرض عريانا مستوحشا قلق الأحشاء حيرانا. والنار تلهب من غيظ ومن حنق على اللصاة ورب العرش غضبانا. نادى الجليل خذوه يا ملائكتي امضوا بعيد النصا امضوا بعبد النصا للنار عطشانا. المشركون غدا في النار يلتهب والمؤمنون بدار الخلد سكانا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൽ നാം നടത്തിവരുന്ന റമദാൻ പ്രഭാഷണങ്ങളുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. അല്ലാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ വരും റമദാനുകളിലും ഇതുപോലെ കാര്യങ്ങൾ സംസാരിക്കുവാനും ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനുമെല്ലാമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ലൈലത്തുൽ ഖദർ
ആ ഖദറിന്റെ രാത്രിയാവാൻ ഏറെ സാധ്യതയുള്ള ഒരു പുണ്യ രാത്രിയിലാണ് ഈ പള്ളിയിൽ ഞാനും നിങ്ങളുമെല്ലാം ഒത്തുചേർന്നിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ സർവ നന്മകളും ലഭിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും സർവ തിന്മകളും പൊറുക്കപ്പെട്ടുകൊണ്ട് പരിശുദ്ധരായി നാഥനെ കണ്ടുമുട്ടുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. ജഹന്നം അതെത്ര ഭയങ്കരമാണ്, ഭീകരമാണ് എന്ന് വിവരിക്കുവാൻ സാധുവായ ഈ ഉള്ളവനെ കൊണ്ട് സാധ്യവുമല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനവധി വചനങ്ങളിലൂടെ വിശ്വാസികളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന നിലക്ക് ഈ ഭയങ്കരമായ സങ്കേതത്തെ സംബന്ധിച്ച് വിവരിച്ചിരിക്കുകയാണ്. അതിൽ നിന്നും ഏതാനും ചില ഭാഗങ്ങൾ മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വിശദീകരിച്ചും മുഴുവനുമായി പറയാൻ നമുക്ക് സാധ്യമല്ല. നാം ഏറെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സങ്കേതമാണ് നരകം. വിശ്വാസികൾ ഈ ദിനരാത്രങ്ങളിൽ മുഴുവനും അല്ലാഹുവോട് മനസ്സ് നൊന്തുകൊണ്ട് ചോദിക്കുന്നത് നരകമോചനമാണ്. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനന്നാർ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ കൊണ്ട് നാം തേടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷകളുടെ കേദാരമായ ജഹന്നം, ആ ജഹന്നമിന്റെ ശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാത്ത മുസ്ലിമില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, പരമകാരുണികനായ അല്ലാഹുവിന്റെ ദാസന്മാരുടെ വലിയ വലിയ മഹത്വങ്ങളും വിശേഷണങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞത്, വല്ലദീന യഖൂലൂന, അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്, പറയുന്നവരാണ്, റബ്ബന സ്രിഫ് അന്നാ, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയണമേ, അദാബ ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷയെ. കാരണം അതിന്റെ ശിക്ഷ മുറിഞ്ഞു പോകാതെ വളരെയേറെ കഠിനമാണ്, കഠോരമാണ്, അസഹനീയമാണ്. ആ സങ്കേതം വളരെ ഭീകരമായ ഭയങ്കരമായ സങ്കേതമാണ്. വളരെ ചീത്തയായ ചെന്നുചേരാനുള്ള ഇടമാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വബിഇസൽ മിഹാദ് വബിഇസൽ മസീർ വബിഇസ മസ്വൽ ളാലിമീൻ എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുള്ള വളരെയേറെ മോശപ്പെട്ട, മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തത്ര, അവന്റെ മനസ്സിൽ നിരൂപിക്കാൻ പോലും സാധിക്കാത്തത്ര കഠോരമായ ശിക്ഷകൾ നടക്കുന്ന കേന്ദ്രമാണ്, സങ്കേതമാണ് ജഹന്നം. ആ നരകാഗ്നി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മുസ്ലിമീങ്ങളായ നമ്മുടെ വിശ്വാസം. സ്വർഗനരകങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് സ്വർഗനരകങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ പഠിപ്പിക്കുന്ന അധ്യായങ്ങളും ഹദീസുകളും കാണാൻ സാധിക്കും. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്തത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്നു. ജഹന്നമിനെ കുറിച്ച് പറയുന്നിടത്ത്, നരകത്തെക്കുറിച്ച് പറയുന്നിടത്ത് അത് കാഫിറുകൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുത്തേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വർഗനരകങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് സ്വർഗവും നരകവും ഒക്കെ പോയി നോക്കാൻ പറയുകയും ജിബ്രീൽ അലൈഹിസ്സലാം പോയി കണ്ട് നരകത്തെക്കുറിച്ച് ഞെട്ടലോടുകൂടി
വളരെ ഭീതിയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ പറയുകയും ചെയ്ത രംഗം ഹദീസുകളിൽ നമുക്ക് കാണാം. സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ നരകാഗ്നിയിൽ പോകാൻ മാത്രമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് വളരെയേറെ ദുഃഖാർദ്രമായ ഒരവസ്ഥയിൽ അതിലേക്ക് ചാടാനെത്തി നിൽക്കുന്ന ആയിരക്കണക്കിന് പാപികൾ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തന്റെ ഇന്നലകളിലെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് മനമുരുകി പ്രാർത്ഥിക്കുന്നതിലൂടെ പടച്ചനാഥനിൽ നിന്ന് പിടുത്തം വിട്ടവൻ ആരായാലും വിനയത്തോടെ അവനിലേക്ക് തിരിച്ചു ചെല്ലുന്നുവെങ്കിൽ ആ നാഥൻ അത്തരക്കാരെ ജഹന്നമിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റമദാനിലെ എല്ലാ രാവുകളിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നരകവിമോചനത്തിന്റെ നാളുകളെന്ന് റമദാനിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പാപികളായ ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് മായ്ക്കപ്പെട്ട് നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗീയാരാമത്തിലേക്ക് പ്രവേശിക്കപ്പെടാവുന്ന ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള മനമുരുകിയുള്ള പ്രാർത്ഥനയുടെ ദിവസങ്ങളിലൂടെയാണ്, ധന്യമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നാം ഭയപ്പെടുന്നു, ജഹന്നം ഭയപ്പെടുന്നു. ജഹന്നമിന്റെ ശിക്ഷ ഏർപ്പെടുത്തിയ നാഥനോടുള്ള ഭയപ്പാടാണ്. ആ നാഥന്റെ ശിക്ഷ പൊറുക്കുകയാണെങ്കിൽ അവൻ വല്ലാതെ പൊറുക്കുന്നവനാണ്. പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിലോ അത് അസഹനീയമാണ്. ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അവൻ ശിക്ഷിക്കും പോലെ ശിക്ഷിക്കുന്ന ഒരുത്തനുമില്ല. വലാ യൂസിഖു വസാഖഹു അഹദ്, അവൻ പിടിച്ചു കെട്ടും പോലെ പിടിച്ചു ബന്ധിക്കുന്നവനും ഒരാളും തന്നെയില്ല. നബ്ബി ഇബാദി, എന്റെ അടിമകളോട് പറയൂ നബിയേ, അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഏറെ പൊറുക്കുന്നവനാണ്, കരുണയുടെ കടലാണ്, ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. അതേ അവസരത്തിൽ എന്നോട് ധിക്കാരം കാണിച്ച് എന്നിൽ നിന്ന് വിട്ടുപോയവൻ എന്നിലേക്ക് മടങ്ങി വരാതെ ധിക്കാരിയുടെ സ്വരത്തിൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ വഅന്ന അദാബി, നിശ്ചയമായും എന്റെ ശിക്ഷയുണ്ടല്ലോ, ആ ശിക്ഷ ഹുവൽ അദാബുൽ അലീം, വേദനാജനകമായ അസഹനീയമായ ശിക്ഷയാകുന്നു. അതാണ് നമ്മൾ ഭയപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ പേടിക്കുന്നത്. ആ ജഹന്നമിനെ സംബന്ധിച്ച് നമ്മുടെ ഓരോ നമസ്കാരങ്ങളിലും നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു, അറിഞ്ഞോ അറിയാതെയോ. 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടല്ലാതെ നമസ്കാരത്തിൽ നിന്ന് പിരിയരുത്. ആ 4 കാര്യങ്ങളിൽ നമ്മൾ അല്ലാഹുവിനോട് ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. വഅഊദു ബിക മിൻ അദാബി ജഹന്നം എന്ന റിപ്പോർട്ടുണ്ട്, നാറി എന്ന റിപ്പോർട്ടുണ്ട്. രണ്ടായിരുന്നാലും നരകാഗ്നിയുടെ കഠിന കഠോരമായ ശിക്ഷയിൽ നിന്ന് അല്ലാ നീ ഞങ്ങളെ കാക്കണേ, നീ എന്നെ രക്ഷിക്കണേ, ഞാൻ നിന്നോട് ശരണം തേടുന്നു, അഭയം ചോദിക്കുന്നു എന്ന് പറയാത്ത ഒരു ഫർദ് നമസ്കാരങ്ങൾ നമുക്ക് കഴിഞ്ഞു പോകുന്നുണ്ടോ? 5 നേരം നമ്മളത് പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ തട്ടുന്നുണ്ടോ എന്തോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്രമാത്രം ഇങ്ങനെ 5 നേരം ഇങ്ങനെ ആവർത്തിച്ച് പടച്ചു തമ്പുരാനോട് ചോദിക്കാൻ മാത്രം, ഇത്രമാത്രം ഭയങ്കരമായ സങ്കേതമാണത്. കാരണം അത് സൃഷ്ടിച്ച നാഥനാ പറയുന്നത് വബിഇസൽ മസീർ, ആ ചെന്നു ചേരാനുള്ള സങ്കേതമാകുന്ന നരകം അതെത്ര മോശമാണ്, അതെത്ര ചീത്തയാണ്, അതെത്ര വലിയ സങ്കേതമാണ്, എത്രയാണ് അതിന്റെ വിശാലത. ലോകത്തുള്ള ഏത് കൊടും പാപികളെയും ഉൾക്കൊള്ളാൻ നരകം വിശാലമാണ്. എത്ര കോടി കൊടും പാപികൾ ഉണ്ടെങ്കിലും അവരെയെല്ലാം ഉൾക്കൊള്ളാൻ മാത്രം അത് വിശാലമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് നോക്കൂ, ലോകത്തുള്ള കോടാനുകോടി മനുഷ്യന്മാര്, അവരിൽ പാപികളാണ് കൂടുതൽ. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഭൂരിപക്ഷം ആളുകളും അതാ നരകാഗ്നിയിലേക്കുള്ള വിറകുകളാണ്.
ഭൂരിപക്ഷം വരുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ് നരകം. ആ നരകത്തിയിലേക്ക് ധാരാളക്കണക്കിന് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വന്നു വീണ് നരകാഗ്നി അങ്ങനെ നിറഞ്ഞു വരുമ്പോ അല്ലാഹു റബ്ബുൽ ആലമീൻ നരകത്തോട് ചോദിക്കുന്നവര് ചോദ്യമുണ്ട്, ജഹന്നമിനോട് ചോദിക്കുന്നവര് ചോദ്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അത് നമ്മോട് ഇങ്ങനെ പറഞ്ഞു തരുന്നു, യൗമ നഖൂലു ലി ജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാണ്, യൗമ നഖൂലു, നാം പറയുന്ന ദിവസം, അല്ലാഹ് പറയാണ് നാം പറയുന്ന ദിവസം, ലി ജഹന്നമ, ജഹന്നമിനോട് നാം പറയുന്ന ദിവസം, നാം ചോദിക്കുന്ന ദിവസം, ഹലിം തലഅതി, നീ നിറഞ്ഞുവോ, നിനക്ക് മതിയായോ, നീ നിറഞ്ഞുവോ, ഇനിയും നിന്റെ അടുക്കൽ ആളുകളെ സ്വീകരിക്കാൻ സ്ഥലമുണ്ടോ? വിശുദ്ധ ഖുർആൻ പറയുന്നു, നരകം മറുപടി പറയുകയാണ്, വതഖൂലു ഹൽ മിൻ മസീദ്, ഇനിയും ധാരാളമുണ്ടെങ്കിൽ വന്നോട്ടെ, ഞാൻ വിശാലം തന്നെ. അത്രമാത്രം വിശാലമാണ് നരകം. വിശാലമാണ് നരകം എന്ന് പറയുമ്പോ അതിൽ സൗകര്യങ്ങളുടെ വിശാലമല്ല, ഓരോരുത്തരും ഇടപെടുമ്പോഴെല്ലാം മക്കാനൻ ദയ്യിഖാ, കുടുങ്ങിയവര് വഴിയാണ്, ഇടുങ്ങിയ വഴികളാണ്, ഇടുങ്ങിയ സ്ഥലങ്ങളാണ്. അതിന്റെ ആഴം എത്രയാണ്? നരകാഗ്നിയുടെ വിശാലത നമ്മൾ പറഞ്ഞില്ലേ, അതിന്റെ ആഴം എത്രയാണ്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങൾ കൊണ്ട് മാത്രമേ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ. നമ്മുടേതായ ബുദ്ധി കൊണ്ടൊന്നും പറയാൻ കഴിയാത്ത മേഖലയാണ്, തികച്ചും ഗൈബിയായ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ നമ്മെ ആ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ പഠനങ്ങൾ തങ്കിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുമ്പോ, ഇത് സമിയ വജ്ബ, ഒരു ഘോരമായ എന്തോ വന്നു വീഴുന്ന ശബ്ദം കേൾക്കുന്നു. എന്തോ ഒരു സാധനം വന്നു വീണ കഠിനമായ ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് ചോദിക്കുകയാണ് ആ ശബ്ദം കേട്ടപ്പോ, അത്തദ്റൂന മാ ഹാദാ, എന്താണ് ഈ കേട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണിത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഖുല്ലാ, സഹാബത്ത് പറയുന്നു, അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവല്ലേ അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയി കിട്ടുന്ന അങ്ങേക്കല്ലേ അറിയുക, ഞങ്ങൾക്കറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരികയാണ്, നമ്മൾ മനസ്സിലാക്കണം. ഹദാ ഹജറുൻ, അതൊരു കല്ല് വീണ ശബ്ദമാണ്, അതൊരു കല്ല് വന്ന് വീണ ശബ്ദമാണ് ജനങ്ങളെ. റുമിയ ബിഹി ഫിന്നാർ, നരകത്തിൽ ഒരു കല്ല് വന്ന് വീണ ശബ്ദമാണ്. ആ കല്ല് എറിയപ്പെട്ടത് എന്നാണെന്നോ, മുൻദു 70 ഖരീഫ, 70ഓളം കൊല്ലമായി ആ കല്ല് എറിഞ്ഞിട്ട്. 70ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് എറിയപ്പെട്ട ഒരു കല്ല്. ഫഹുവ യഹ്വി ഫിന്നാരിൽ ആന ഹത്തൻ തഹാ ഇലാ ഖൈരിഹാ ഫസമിഅതും വജബതഹാ. 70 കൊല്ലം മുമ്പ് പുറപ്പെട്ട ഒരു കല്ല് നരകത്തിയിലതാ അതിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതങ്ങനെ പതിച്ച് അവസാനം ഹത്തൻ തഹാ ഇലാ ഖൈരിഹാ, നരകത്തിയുടെ അവസാനത്തെ തട്ടിൽ ഇപ്പോഴാണ് വന്ന് വീണത്. ഫസമിഅതും വജബതഹാ, അത് വന്ന് വീണ ശബ്ദമാണ് സഹാബിമാരെ നിങ്ങളിപ്പോ കേട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ അത് രേഖപ്പെടുത്തുന്നു. നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് 70 കൊല്ലത്തെ വഴിദൂരം സഞ്ചരിച്ച ഒരു കല്ല് അത് നരകത്തിയുടെ അടിത്തട്ടിൽ എത്തുമ്പോഴേക്ക് കാലം എത്ര പിടിച്ചു? അപ്പൊ എത്രയാണ് അതിന്റെ ആഴം, എത്രയാണ് അതിന്റെ പരപ്പ്, എത്രയാണ് അതിന്റെ വിശാലത? നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്ര കഠിനമാണ്, കഠോരമാണ്. അങ്ങനെയുള്ള നരകം എല്ലാ പാപികളെയും ഉൾക്കൊണ്ടാലും സ്ഥലം ബാക്കിയാകുന്ന നരകം. ആ നരകാഗ്നിയുടെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളോട് ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്. നരകത്തിക്ക് തന്നെയും പല രൂപത്തിലുള്ള തട്ടുകളാണ്.
വ്യത്യസ്ത തട്ടുകളാണ്. ഭീകരങ്ങളായ അനവധി ശിക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത കേന്ദ്രങ്ങളാണ്. അതിലെ ഏറ്റവും നിസ്സാര ശിക്ഷ പോലും എന്താണ്? നരകാഗ്നിയിൽ ലഭിക്കപ്പെടുന്ന അഹ്വനു അദാബ്, നരകത്തിയിൽ കടന്ന മനുഷ്യന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും നിസ്സാരമായ ശിക്ഷ എന്താണെന്നോ? അവന്റെ കാലിൽ തീ കൊണ്ടുള്ളവര് ചെരുപ്പ് ധരിപ്പിക്കലാണ്. നരകത്തിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മനുഷ്യന്റെ കാലിൽ നരകാഗ്നി കൊണ്ടുള്ള തീകൾ, ഈ ചെരുപ്പുകൾ ധരിപ്പിക്കപ്പെടുന്നു. അതിലൂടെ അവന്റെ തലച്ചോറ് തിളച്ചു മറിയുന്നു. അവന്റെ തലയിലോളം എത്തിച്ചീരുന്ന കഠോരമായ ആ ശിക്ഷ, അത് തന്നെ നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് അഹ്വനു, ഏറ്റവും നിസ്സാരമായ ശിക്ഷ നരകത്തിയിലെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കഠോരമായ നരകം, ആ നരകത്തിയുടെ വ്യത്യസ്തങ്ങളായ വാതിലുകളുണ്ട്. ഓരോ കവാടങ്ങളിലൂടെയും കടക്കുന്ന ഹതഭാഗ്യന്മാരുണ്ട്. സ്വർഗത്തിന് ചില വാതിലുകളില്ലേ? ആ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന മഹാന്മാരുള്ളതുപോലെ നരകത്തിനും ചില വ്യത്യസ്തമായ ചില ശിക്ഷയുടെ കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിലേക്ക് തള്ളിയിടപ്പെടാൻ പാകത്തിൽ അതിനും 7 വാതിലുകളാണ് അള്ളാഹു ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതും വിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്തുൽ ഹിജ്റിലെ 43-44 ആയത്തുകളിൽ കാണാം, വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. ഓ ജനങ്ങളെ, തീർച്ചയായും കഠോരമായ ജഹന്നം, എല്ലാവരും അതിലാണ് വന്ന് ചാടേണ്ടത്. പിശാചിനെ പിൻപറ്റിയ സർവ്വ മനുഷ്യരും അതിലാണ് വന്ന് ചാടേണ്ടത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, ജഹന്നമു മൗഇദു ജമീഇ മൻ ഇത്തബഅ ഇബ്ലീസ്. പിശാചിനെ പിൻപറ്റിയ പിശാചിന്റെ അനുയായികൾ മുഴുവനും നരകത്തിയിലാണ് അവർക്ക് വന്ന് ചാടേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലഹാ, ആ ജഹന്നമിനുണ്ട്, സബ്അതു അബ്വാബ്, 7 കവാടങ്ങളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും, ആ നരകാഗ്നിയുടെ 7 കവാടങ്ങളിൽ ഓരോ കവാടത്തിനുമുണ്ട് ജുസ്ഉം മഖ്സൂം, നിർണയിക്കപ്പെട്ട ചില ആളുകളുണ്ട്. ആ ആളുകളെയാണ് ഓരോ കവാടങ്ങളിലൂടെ തള്ളിയിടപ്പെടുന്നത്. വളരെ കഠോരമായ നിലക്കുള്ള ശിക്ഷകൾ നടത്തപ്പെടുന്ന വ്യത്യസ്ത കേന്ദ്രങ്ങളുണ്ട്. പ്രധാനമായി 7 കവാടങ്ങളാണ്. ആ കവാടങ്ങളിലൂടെയാണ് ഓരോ വിഭാഗവും പ്രവേശിപ്പിക്കപ്പെടുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖദ് കുതിബ ലികുല്ലി ബാബിൻ മിൻഹാ ജുസ്ഉം മിൻ തിബാഇ ഇബ്ലീസ് യദ്ഖുലൂനഹു. പിശാചിനെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ച ആളുകൾ ഓരോരുത്തരായി അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയായി. അവരതിലൂടെ പ്രവേശിക്കുന്നു. അതിൽ നിന്നൊരിക്കലും രക്ഷപ്പെടാൻ അവർക്കാവില്ല. ഇത് പറയുന്നതിനിടക്ക് മഹാനവറുകൾ ദുആ ചെയ്യുകയാണ്, അജാറനല്ലാഹു മിൻഹാ, അല്ലാഹു ആ ജഹന്നമിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വകുല്ലുൻ യദ്ഖുലു മിൻ ബാബിൻ, ഓരോരുത്തരും ഓരോ വാതിലിലൂടെ അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയാണ്. ബിഹസ്ബി അമലിഹി, ഓരോരുത്തന്റെ അമലിന്റെ തോതനുസരിച്ച്. വയസ്തഖിറു ഫീ ദറകിൻ ബിഖദ്രി ഫിഅലിഹി, ഓരോരുത്തരും ചെയ്തിട്ടുള്ള തെമ്മാടിത്തങ്ങൾ എന്താണ്, ധിക്കാരങ്ങൾ എന്താണ്, അതിന്റെ കാഠിന്യത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് എവിടേക്ക് അവനെ പ്രവേശിപ്പിക്കപ്പെടണമെന്ന് അള്ളാഹുവിന് ഉറച്ച നിശ്ചയമുണ്ട്, തീരുമാനമുണ്ട്. അതിലേക്ക് ഓരോരുത്തരും വന്നു ചേരുകയായി. അങ്ങനെ വന്നു ചേരുന്ന നരകാഗ്നി എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായ ആഴവും പരപ്പുമുള്ള ജഹന്നം. ആ നരകത്തിയുടെ ചൂടിന്റെ കാഠിന്യം എത്രയാണ്? ദുന്യാവിലെ തീ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ദുന്യാവിലെ തീ നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? വസ്ത്രമൊന്ന് അയൺ ചെയ്യുമ്പോ ഒരു ചെറുവിരലിലെങ്ങാനും അറിയാതെ അയൺ ബോക്സിലൊന്ന് ചെറിയാതെ ഒന്ന് തട്ടിപ്പോയാൽ അതിന്റെ നീറ്റൽ എത്രയാണ്? എത്ര ദിവസം നാം ആ വേദന അനുഭവിക്കുന്നുണ്ട്? അതിന്റെ പൊള്ളൽ എത്രയാണ്? ദുനിയാവിൽ എത്രയോ ഡിഗ്രി സെൽഷ്യസ് ആയിക്കൊണ്ട് തിളച്ചു മറിയുന്ന വലിയ വലിയ കാരിരുമ്പുകളെ പോലും ഉരുക്കിക്കളയുന്ന അത്യുഷ്ടമുള്ള തീയുടെ പോലും ചൂട് നരകത്തീയെ അപേക്ഷിച്ചു നോക്കുമ്പോ നിസ്സാരം തന്നെ.
കാരിരുമ്പിനെ ഉരുക്കിക്കളയുന്ന, വെള്ളം പോലെ ഒഴുക്കി കളയുന്ന എത്ര ഡിഗ്രി ഉയർച്ചയിലാണത് നടക്കുന്നത്. ആ കഠിന കഠോരമായ തീ പോലും നരകത്തീയെ അപേക്ഷിച്ചു നോക്കുമ്പോ നിസാരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാറുക്കും ഹാദിഹി അല്ലതി യൂഖിദു ബിനി ആദം ജുസ്ഉം മിൻ 70 ജുസ്ഇൻ മിൻ ഹർരി ജഹന്നം. ജഹന്നമിന്റെ ചൂടിന്റെ 70% മാത്രമേ ജനങ്ങളെ ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന വലിയ തീക്ക് പോലുമുള്ളൂ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതങ്ങ് കേട്ടപ്പോ സഹാബത്തിന്റെ മനസ്സിനെ അത് വല്ലാതെ പിടിച്ചു കുലുക്കിപ്പോയി. നരകത്തിന്റെ ചൂട്, ദുനിയാവിന്റെ ചൂടെന്ന് വർണ്ണിച്ചപ്പോഴേക്ക് തന്നെ അവര് പേടിച്ചുപോയി. ഇത് കേട്ടപ്പോ അവർ റസൂലുള്ളാഹിനോട് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലേ, അത് തന്നെ മതിയില്ലേ? ദുനിയാവിലെ തീ തന്നെ പോരെ? അത് തന്നെ എത്ര കഠിനമാണ്, അത് തന്നെ എത്ര ഭീകരമാണ്, അത് തന്നെ എത്ര ഭയങ്കരമാണ്, അത് തന്നെ എത്ര കഠിനമാണ്, എല്ലാത്തിനെയും നശിപ്പിക്കാൻ അത് തന്നെ പോരെ എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നഹാ ഫുദ്ദിലത് അലൈഹാ ബി69 ജുസ്അൻ കുല്ലുഹാ മിസ്ല ഹർരിഹാ. ഈ കാണുന്ന തീ ഇതിന്റെ ഒരു 69 ഇരട്ടി കൂടി അതിലേക്ക് ചേർത്തുകൊണ്ടാണ്, 69 ഇരട്ടി കൂടി അതിലേക്ക് ചേർത്തുകൊണ്ടാണ് അതാ കഠിന കഠോരമായി കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും അത് കത്തിച്ച് അതിന്റെ ചൂടിങ്ങനെ കുറയുകയല്ല, അതാളി കത്തിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അത് അണഞ്ഞു പോവുകയില്ല. ഏത് തീയും കുറെ കത്തിയാൽ ഇന്ധനം തീരുന്ന പ്രശ്നമുണ്ട്, അത് അണഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ. അതിങ്ങനെ അണഞ്ഞാൻ നോക്കുമ്പോ, അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം, അണയാനെടുക്കുമ്പോഴെല്ലാം സിദ്നാഹും സഈറാ, അതിന്റെ ആളിക്കത്തിക്കൽ, അതിന്റെ ഗർജനം, അതിന്റെ കത്തൽ, അത് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയായി. അങ്ങനെ കത്തിച്ച് കഠിന കഠോരമായ നരകം. ആ നരകത്തിൽ ആശ്വാസത്തിന് വകുപ്പുണ്ടോ? നരകത്തിയിൽ നിന്ന് ഉയരുന്ന പുകകൾ പോലും കരിമ്പുകയാണ്. ഒരു തീപിടുത്തം നടന്ന പ്രദേശം, അവിടെ തീ പിടിച്ചിരിക്കുന്നു എന്ന് വിദൂരമായ സ്ഥലത്ത് നിന്ന് നമ്മളൊക്കെ പലപ്പോഴും അറിയാറുണ്ട്. ആ പ്രദേശത്ത് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ദൂരദിക്കിലേക്ക്, മാനത്തേക്ക് നോക്കിയാൽ, ആകാശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കറുകറുത്ത പുക ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണുമ്പോ നമ്മൾ പറയാറുണ്ട്, എവിടെയോ തീപിടുത്തം നടന്നിരിക്കുന്നു. എന്നാൽ ഇതിന്റെയൊക്കെ എത്രയോ കഠിന കഠോരമായ നിലക്ക് ഭീകരമായ ദൃശ്യമാണ്. അതിൽ നിന്ന് ഉയരുന്ന കരിമ്പുകയാണ്. രോമകൂപങ്ങളെ തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റാണ് അടിക്കുന്നത്. സമൂഹമാണ്. രോമകൂപങ്ങളെപ്പോലും തുളച്ചു കയറാൻ മാത്രം ശേഷിയുള്ള അത്യുഗ്രമായ ഉഷ്ണമുള്ള ഉഷ്ണക്കാറ്റുമാണ് തീക്ക് പുറമേ അതിലടിച്ചു വീശുന്നത്. ചുട്ടുതിളക്കുന്ന അത്യുഷ്ണമായ ജലമാണ് അവിടെ തിളച്ചു മറിയുന്നത്. എന്താണ് വർണ്ണിക്കാൻ നമുക്ക് കഴിയുമോ? വിശദീകരിക്കാനാകുമോ? അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത് നമുക്ക് വിവരിക്കാൻ പോലും കഴിയാത്തത്ര വളരെ ഭീകരമാണ്. വൻ കെട്ടിട സമാനമായ, അതല്ലെങ്കിൽ മഞ്ഞവർണ്ണത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ ഇങ്ങനെ മാനത്തേക്ക് പാറുകയാണോ? മഞ്ഞവർണ്ണത്തിലുള്ള ഒട്ടകങ്ങളുടെ ഒട്ടകമെന്നല്ല, കന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞവർണ്ണത്തിലുള്ള ഒട്ടകങ്ങളുടെ കൂട്ടങ്ങൾ മാനത്തേക്ക് വാരി വിതറപ്പെട്ടിരിക്കുകയാണോ എന്ന് നോക്കുന്നൊരു മനുഷ്യന് തോന്നുന്ന നിലക്ക് ജഹന്നമദാദിന്റെ തീപ്പൊരിയാണ് എറിയുന്നത്. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസർ, കോട്ടകൾക്ക് സമാനമായ വമ്പിച്ച കെട്ടിടങ്ങളെ പോലെ തോന്നിക്കുന്ന നിലക്ക് ഒരു തീപ്പൊരിയെ കുറിച്ചാ വർണ്ണിക്കുന്നത്. ആ നരകം അതാ എടുത്തെറിയുകയാണ് നരകത്തിയിൽ നിന്ന്. അതിൽ നിന്ന് പാറിപ്പുറത്തേക്ക് വരുന്ന ഒരു തീപ്പൊരി അതാ കൊട്ടാരം പോലെ, കോട്ടകളെ പോലെ, വമ്പിച്ച കെട്ടിടങ്ങളെ പോലെ, കന്നഹു ജിമാലത്തുൻ സുഫർ,
മഞ്ഞ നിറത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ ഇങ്ങനെ വാരിച്ചതറി മാനത്തേക്ക് എറിയപ്പെട്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന നിലക്കാണ് ഭീകരമായ അതിന്റെ തീ എന്നല്ല, നരകം പുറത്തേക്ക് വിടുന്ന ഒരു തീപ്പൊരിയെ സംബന്ധിച്ച്, നരകമെറിയുന്ന ഒരു തീപ്പൊരിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് വർണ്ണിച്ചിരുന്നത്. അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവർക്കുള്ള ഭക്ഷണമോ, എന്താണതിൽ കുടിക്കാൻ കൊടുക്കുന്നത്, എന്താണതിൽ ഭക്ഷിക്കാൻ കിട്ടുന്നത്? നരകവാസികൾക്കും ജഹന്നം മധ്യവാസികൾക്കും ഉണ്ടല്ലോ ത്വആമും ശറാബും ഒക്കെ. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം വിവരിക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് സാധ്യവുമല്ല. അല്ലാഹു പറഞ്ഞു, ഒരു വചനം കേൾപ്പിക്കട്ടെ. ഇന്ന ശജറത്തസ് സഖൂം, തീർച്ചയായും സഖൂം എന്ന ഒരു വൃക്ഷമുണ്ട് നരകത്തിൽ. സഖൂം വൃക്ഷം. സാധാരണഗതിയിൽ തീ എന്ന് പറയുന്നത് വിറകിനെ കരിക്കാനുള്ളതാണ്. അതേ അവസരത്തിലതാ നരകാഗ്നിയിൽ മുളപൊട്ടുന്ന ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തെ പരിചയപ്പെടുത്തിയപ്പോ അബൂജഹിൽ പരിഹസിച്ച് ചിരിച്ചിട്ടുണ്ട്, ഉത്ബത്ത് ചിരിച്ചിട്ടുണ്ട്, ശൈബത്ത് പരിഹസിച്ചിട്ടുണ്ട്. അത് പാപികൾക്കൊരു പരീക്ഷണം തന്നെയാണെന്ന് അല്ലാഹ് അതിനാൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ വിശ്വാസികളതാ ഭീതിയോടുകൂടെ കേൾക്കേണ്ട വചനമാണ് ഇന്ന ശജറത്തസ് സഖൂം, ആ സഖൂം എന്ന വൃക്ഷം ത്വആമുൽ അസീം, അത് പാപികൾക്കുള്ള ഭക്ഷണമാണ്, പാപം ചെയ്യുന്ന ആളുകൾക്കുള്ള ഭക്ഷണമാണ്. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂൻ, അത് കഴിക്കുന്ന മനുഷ്യന്റെ സ്ഥിതി എന്താണ്? അത് എണ്ണക്കീടം പോലെ, അതല്ലെങ്കിൽ കറുത്ത എന്തോ ഒരു ദ്രാവകമായിക്കൊണ്ട് വയറ്റിലേക്ക് അവൻ കഴിക്കുമ്പോഴേക്ക് വയറ്റിലെത്തി കഴിഞ്ഞാൽ അതങ്ങനെ തിളച്ചു ഉരുകുകയാണ്. കഗല്യിൽ ഹമീം, അത്യുഷ്ടജലമുള്ള തീവെള്ളം, ആ തീവെള്ളം അങ്ങനെ തിളച്ചുരുകി മറിയും പോലെ ഈ ഭക്ഷണം കഴിച്ച മനുഷ്യന്റെ വയറിൽ അതങ്ങനെ കത്തിജ്വലിക്കുകയാണ്, ഉരുകിയൊലിക്കുകയാണ്. അവസരത്തിൽ മലക്കുകളോട് അള്ളാഹുവിന്റെ ഓർഡറുണ്ട്, പിടിക്കൂ അവനെ ഇനിയും. അവനെന്താ പുറത്തു വരാനൊരു ശ്രമമുണ്ടോ? അവനെന്താ ഒന്ന് ഇങ്ങോട്ടൊന്ന് കരക്കെടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? പിടിക്കൂ അവനെ. ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം, നരകത്തിയുടെ മധ്യത്തിലേക്ക് അവനെ പിടിച്ചു വലിച്ചെറിയൂ. എന്നിട്ടോ അവനൊന്ന് ആസ്വദിക്കട്ടെ. അവൻ വലിയ നേതാവായിരുന്നില്ലേ, അല്ലാതെ വ്യാഖ്യാനിച്ച് നടന്നവനല്ലേ, ശിർക്ക് ചെയ്തവനല്ലേ, അതുപോലെ തന്നെ പലിശ വാങ്ങിയവനല്ലേ, വ്യഭിചാരത്തിന് പോയവനല്ലേ, ഹറാം ചെയ്തവനല്ലേ, ഹറാമായ മാർഗത്തിലൂടെ ജീവിച്ചവനല്ലേ, അല്ലാഹുവിന്റെ റസൂലിന് വെറുപ്പുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തവനല്ലേ, ദുനിയാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കാര്യങ്ങൾ എന്തൊക്കെ, ഇസ്ലാമികമായ നിയമങ്ങളൊക്കെ എന്തൊക്കെ പഠിച്ചിട്ടും അറിഞ്ഞിട്ടും കേട്ടിട്ടുമൊക്കെ അതൊക്കെ എനിക്കുൾക്കൊള്ളാൻ കഴിയുന്നത് മാത്രമേ ഞാൻ ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞ് സർവ്വതും തള്ളിക്കളഞ്ഞ് വലിയ മാന്യനായി വലിയ അന്തസ്സുള്ളവനായി ജീവിച്ചവനല്ലേ. കൊണ്ടുപോയി നിർത്തൂ നരകത്തിയില്ലവന്. എന്നിട്ടെന്താ ചെയ്യേണ്ടത്? നിൽക്കുന്നതോ തീയിലാണ്, അടിച്ചു വീശുന്നതോ ചൂടുകാറ്റാണ്, കുടിപ്പിക്കപ്പെടുന്നതോ കടുത്ത പാനീയമാണ്, കഴിപ്പിക്കുന്നതോ ഏറ്റവും തിളച്ചു മറിയുന്ന ഭക്ഷണമാണ്. ആ ഘട്ടത്തിൽ ശിക്ഷയ്ക്കു മീതെ ശിക്ഷ എന്ന നിലക്ക് മലക്കുകളോട് ഈ മനുഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് എന്താ ചെയ്യാൻ പറയുന്നത്? സുമ്മ സുബ്ബൂ മിൻ ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം, ആ മനുഷ്യനെ ഞങ്ങൾ നിർത്തിയിട്ട് അവന്റെ തലക്കു മീതെ, അവന്റെ തലയുടെ മുകളിലൂടെ ചുടുവെള്ളം ഒഴിക്കൂ. ഏറ്റവും അതികഠിനമായ കത്യുഷ്ടമുള്ള ജലം, തിളച്ചു മറിയുന്ന ജലം അവന്റെ തലയിലൂടെ ഒഴിക്കൂ മലക്കുകളെ. അല്ലാഹുവിന്റെ ഓർഡറാണ്. മലക്കുകൾക്ക് പിന്നെ താമസമുണ്ടോ? മലക്കുകൾക്ക് പിന്നെ ആ കൽപ്പന നടപ്പിലാക്കാൻ താമസമുണ്ടോ? അതാ എന്നിട്ടെന്താ പറയുന്നത്? ഈ മനുഷ്യൻ അട്ടഹസിക്കുകയാണ്, അവൻ കരയുകയാണ്, ആർത്തു വിളിക്കുകയാണ്. ആര് കേൾക്കാനാണ് അവന്റെ അട്ടഹാസം? ആരുണ്ടവന്റെ കാര്യങ്ങൾക്ക് പാവം തോന്നാൻ, സഹതാപം തോന്നാൻ? ഈ ഘട്ടത്തിൽ അവനോടുള്ള മറുപടി എന്താണെന്നോ? അനുഭവിച്ചോ, നീ രുചിച്ചോ, നീ ആസ്വദിച്ചോ. കാരണം ഇന്നകാന്തൽ അസീസുൽ കരീം, നീ വലിയ അന്തസ്സുള്ളവനായിരുന്നില്ലേ ദുനിയാവിൽ, നീ വലിയ മാന്യനായിരുന്നില്ലേ ദുനിയാവിൽ. നീ എന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചപ്പോ
ഈ ശിക്ഷയെ പറ്റി നിനക്ക് മുന്നറിയിപ്പുകാരി വന്നപ്പോ, നിന്റെ റസൂലുമാര് വന്നപ്പോ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പുകൾ കിട്ടിയപ്പോ പരിഹസിച്ചവനല്ലേ? അന്തസ്സോടെ നീ ജീവിച്ചിട്ട്, ഞാനാണ് ഇവിടെ ഏറ്റവും വലിയവനെന്ന നാട്യത്തിൽ നീ ജീവിച്ചിട്ട്, വലിയ അസീസായിക്കൊണ്ട് അന്തസ്സുറ്റവനാണ് ഞാൻ എന്ന നാട്യത്തിൽ കഴിഞ്ഞുകൂടിയവനല്ലേ? നീ വലിയ മാന്യനായി കഴിഞ്ഞവനല്ലേ? അനുഭവിച്ചോളൂ. ഇന്നഹാദാ മാ കുന്തും ബിഹി തംതറൂൻ. ഇതൊക്കെ വരുമ്പോ കാണായെന്ന്, ഇതൊക്കെ വരുമ്പോ കാണാ. അന്നതിനെ കുറിച്ച് ചിന്തിച്ചാ മതി. ഈ ജഹന്നമൊക്കെ പേടിപ്പിക്കുന്നത് ആളുകളെ വെറുതെ ഭയപ്പെടുത്താനാണ്. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊക്കെ ചില മായകളാണ്. അതൊക്കെ ചില ചെറിയ വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. ആളുകൾ ഇങ്ങനെ ജനങ്ങൾ ധിക്കാരം ചെയ്യാതെ, വലിയ ധിക്കാരികളും താന്തോന്നികളും ഒന്നും ആകാതെ നല്ലവരായി ജീവിക്കാൻ വേണ്ടി, അവരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ ജഹന്നമൊക്കെ. അതല്ലാതെ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ചൊക്കെ സംശയത്തിൽ കഴിഞ്ഞവരല്ലേ നിങ്ങൾ? ഇന്നഹാദാ, ഇതാ ഈ ശിക്ഷയാണ്, ഈ നരകമാണ്. മാ കുന്തും ബിഹി തംതറൂൻ. നിങ്ങൾ സംശയിച്ചിരുന്ന നരകമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവൂ? എന്നാ വരുമ്പോ കാണാം. എന്നാ പിന്നെ അവിടെ പരലോകത്തെത്തിയിട്ടല്ലേ? അത് ഇപ്പോഴൊന്നും അല്ലല്ലോ. ജഹന്നം ഓർമ്മ വരാഞ്ഞിട്ടാണോ തെറ്റുകൾ ചെയ്യുന്നത്? അല്ല, ദുനിയാവിൽ അത് നമുക്കില്ല. അത് വരുന്ന കാലഘട്ടത്തല്ലേ, മറ്റൊരു ലോകത്ത് നടക്കാനുള്ള സംഗതിയല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാണ്, മാന്യമായ ഒരു ഭക്ഷണവും അവർക്കില്ല. വെള്ളിയാഴ്ച ദിവസം നമ്മൾ രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്ന അതാ സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ലൈസ ലഹും തആം. ആ ജഹന്നമിൽ പാപികൾക്കൊന്നൊരു ഭക്ഷണവുമില്ല. ഇല്ലാ മിൻ ദരീഅ്, ദരീഇൽ നിന്നല്ലാതെ. ദരീഅാണ് ഭക്ഷണം. ആ ഭക്ഷണം കൊണ്ടത് കാര്യമാണ്? അതൊരു ഭക്ഷണമാണോ? ലാ യുസ്മിനു, അതൊരു പോഷണവും നൽകുന്നതല്ല. വലാ യുഗ്നി മിൻ ജൂഅ്, വിശപ്പിനത് പരിഹാരവുമല്ല. വിശക്കുന്നവൻ അത് വാരി വലിച്ചു തിന്നുന്നു, ദാഹമുള്ളവൻ വാരി വലിച്ചു കുടിക്കുന്നു. അവര് ഈ ഒട്ടകം ദാഹരോഗം പിടിപെട്ട ഒട്ടകങ്ങൾ ടാങ്ക് കണക്കിന് വെള്ളം കുടിക്കാറുണ്ട്. അത് അറബികൾക്കറിയാം. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നരകത്തിയിൽ കിടന്ന് തിളച്ചുമറിയുന്ന ആ വെള്ളം പോലും മുഖത്തേക്കങ്ങ് അടുപ്പിച്ചാൽ മുഖത്തിന്റെ തൊലികൾ മുഴുവനും ആ വെള്ളത്തിലേക്ക് ചൂടിന്റെ കാഠിന്യം കൊണ്ട് ഉരുകിയൊലിക്കാൻ മാത്രം കഠിന കഠോരമായ ആ വെള്ളം പോലും, ഒരു തുള്ളി പോലും ആസ്വദിക്കാൻ കഴിയാത്തത്ര ഭീകരമായ ചൂടുള്ള ആ വെള്ളം പോലും അതാ ദാഹരോഗം പിടിപെട്ട ഒട്ടകം അത്യാർത്തിയിൽ ടാങ്ക് കണക്കിന് വെള്ളം വലിച്ചകത്താക്കും പോലെ ഫശാരിബൂന ശുർബൽ ഹീം, ദാഹരോഗം പിടിപെട്ട ഒട്ടകം വലിച്ചു കുടിക്കും പോലെ പാപികൾ ആ അത്യുഷ്ടജലവും വലിച്ചു കുടിക്കുന്നതാണ്. അത് അവരിലൂടെ ഉരുകി ഒലിക്കുകയാണ് പുറത്തേക്ക്. എത്രയാണ് അത്? നമുക്ക് വിവരിക്കാനും വിശദീകരിക്കാനൊന്നും കഴിയൂല, ഒരിക്കലും കഴിയൂല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്രയാണ്? ഇനിയോണ്ട് കുടിപ്പിക്കാൻ കൊടുക്കപ്പെടുന്ന പാനീയങ്ങളെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർക്ക് കുടിക്കാനുള്ളത് ഗസ്സാഖാണ്, ഗിസ്ലീനാണ്. ഇതൊക്കെ ഖുർആനിട്ട പേരുകളാണ്, ഖുർആൻ പറഞ്ഞ പേരുകളാണ്. നരകത്തിൽ കുടിപ്പിക്കപ്പെടുന്ന പാനീയങ്ങളുടെ പേരുകളാണ് ഗിസ്ലീൻ, ഗസ്സാഖ്. ഇതൊക്കെ നമുക്ക് സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ പറഞ്ഞ പേരുകളാണ്. എന്താണ് ഈ ഗസ്സാഖും എന്താണ് ഈ ഗിസ്ലീനുമൊക്കെ? മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. വഹുവ മാ സാല മിൻ ജുലൂദി അഹ്ലിന്നാർ മിനൽ ഖൈഹി വസ്സദീദ്. പാപികളായ ആളുകളുടെ തൊലികൾ കത്തിക്കരിഞ്ഞ് പഴുത്ത് അതിൽ നിന്ന് ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ചീഞ്ചലമാണ് ജനങ്ങളെ ഗിസ്ലീൻ. നരകാഗ്നിയിൽ കത്തിക്കരിയുന്ന പാപികളുടെ ബോഡിയിൽ നിന്ന് ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രവം, ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമുള്ള ജലം. അതുപോലെ തന്നെ വിവരിക്കപ്പെട്ട് കാണാം, മാ യസീലു മിൻ ഫുറൂജിൻ നിസാഇ സവാനി വമിൻ നത്നി ലുഹൂമിൽ കഫറതി വജുലൂദിഹിം. വ്യഭിചാരികളായി നടന്നിട്ടുള്ള വേശ്യകളായ ആളുകളുടെ, അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കാതെ അന്യാണുങ്ങൾക്ക് കണ്ണുകൾ കൊണ്ട് വ്യഭിചരിക്കാനും
അതുപോലെ തന്നെ പലതിനും സൗകര്യപ്പെടുമാറ് തെമ്മാടികളായി ജീവിച്ച പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ ഗുഹ്യഭാഗത്ത് നിന്ന് ഉരുകി വലിച്ചുകൊണ്ടിരിക്കുന്ന ചീഞ്ചലമാണ്. കാഫിറുകളുടെ രക്തത്തിൽ, കാഫിറുകളുടെ ശരീരത്തിൽ നിന്ന്, അവരുടെ തൊലികളിൽ നിന്നൊഴുകുന്ന വെള്ളമാണ് എന്നിങ്ങനെ ധാരാളം വ്യാഖ്യാനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എത്രയാണ് അതിന്റെ ദുർഗന്ധമെന്ന് വിവരിക്കേണ്ടതില്ല. ഒരിറ്റെങ്ങാനും ഈ ഭൂമിയിൽ ഇന്നതിൽ ഒരു തുള്ളി വെള്ളം വീണിരുന്നുവെങ്കിൽ ഗിസ്ലീനിന്റെയും വസാഖിന്റെയും ഒക്കെ ദുർഗന്ധം പറയുകയാണ്. ഒരു കുത്ര, ഒരൊറ്റ തുള്ളി ഇന്നതെങ്ങാനും ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇറ്റിച്ചാൽ ഭൂലോകവാസികൾ മുഴുവനും ദുർഗന്ധം കൊണ്ട് ബോധരഹിതരായി വീണുപോകുമായിരുന്നു. അത്ര കഠിനകഠോരമായ ദുർഗന്ധമുള്ള ഒരു ജലം, അതാണ് കുടിപ്പിക്കപ്പെടുന്നത്. എന്നിട്ടും ഈ പാപി അതങ്ങനെ കുടുകുടാ കുടിക്കുമെന്നാ പറയുന്നത്. കുടിക്കുമ്പോഴേക്കും മരണം നാനാഭാഗത്തു നിന്നും വരികയായി. അത്ര പ്രയാസമാണ് മരിച്ചു പോകുന്നവരവസ്ഥ. പക്ഷേ മരിക്കൂല, മരണമില്ലല്ലോ നരകത്തിൽ. ജീവിതമുണ്ടോ? അതുമില്ലല്ലോ. അവിടെ മരണമില്ല, എന്നാൽ ഒരു ജീവിതമുണ്ടോ? നല്ല ഒരു ജീവിതം അതുമില്ല. ആ കഠിനകഠോരമായ നരകം, ആ നരകാഗ്നിയിൽ ഇനി വസ്ത്രം ധരിക്കുന്നില്ലേ, വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നില്ലേ, അതും ഒരു ശിക്ഷയാണ്. ഭക്ഷണം കിട്ടുന്നൊരു ശിക്ഷയാണ്, വെള്ളം കുടിപ്പിക്കാൻ കൊടുക്കുന്നൊരു ശിക്ഷയാണ്, കാറ്റ് വീശുന്നൊരു ശിക്ഷയാണ്, തണല് കിട്ടുന്നൊരു ശിക്ഷയാണ്, ഒരു പുക ഉയരുന്നുണ്ടെങ്കിൽ അതൊരു ശിക്ഷയാണ്. അവിടെ മുഴുവനും ശിക്ഷയാണ്. ഇനി വസ്ത്രം നൽകിക്കൊണ്ടുള്ള ശിക്ഷ നോക്കൂ. ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ. നരകത്തീ കൊണ്ടുള്ള പ്രത്യേക വസ്ത്രങ്ങളാണ് അവർക്ക് ധരിപ്പിക്കപ്പെടുന്നത്. സറാബീലുഹും മിൻ ഖതിറാൻ. ഉരുകി ഒലിക്കുന്ന ചെമ്പ് കൊണ്ടുള്ള ഡ്രസ്സുകൾ, ഉരുകി ഒലിക്കുന്ന ഈയം, ഉരുകി ഒലിക്കുന്ന ലോഹം, അതുകൊണ്ട് നെയ്തെടുത്ത പുതപ്പുകൾ, വസ്ത്രങ്ങൾ, അതാണ് അവർക്ക് പുതപ്പിക്കുന്നത്, അതാണ് അവർക്ക് ധരിപ്പിക്കപ്പെടുന്നത്. എല്ലാം ഖുർആനാണ് പറയുന്നത്. നമുക്കൊന്നും തോന്നിയില്ല. നമ്മൾ ഒരുപാട് കേട്ടു, ഒരുപാട് അറിഞ്ഞതാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ അത് തോന്നി. പലപ്പോഴും ആളുകൾ ചിന്തിച്ചു, തീയിലിട്ട് കഴിഞ്ഞാൽ ഇത്ര വലിയ തീയാണെങ്കിൽ അതങ്ങ് പെട്ടെന്നങ്ങ് കരിഞ്ഞാ പിന്നെ ഒന്നും അറിയില്ലല്ലോ. നരകമാണെങ്കിൽ നരകം അതങ്ങ് കഴിയുന്നതോടുകൂടി കാര്യമങ്ങ് കഴിഞ്ഞില്ലേ. നമ്മളേതെങ്കിലും ഒരു സാധനം അടുപ്പിലേക്കിട്ടാൽ അത് പെട്ടെന്ന് കത്തിത്തീരുകയാണെങ്കിൽ കഴിഞ്ഞു പോയില്ലേ, പിന്നെ ചാരമായി പോയില്ലേ. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? ആ ഒരു മോഹവും ബാക്കിയാക്കാത്ത നിലക്ക് പറയുന്നു, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ. നമ്മുടെ ആയത്തുകളിൽ അവിശ്വസിച്ചിട്ടുള്ള ധിക്കാരികൾ, നരകാഗ്നിയിൽ നാം അവരെ കടത്തിയെരിയിക്കുക തന്നെ ചെയ്യുന്നതാണ്. കുല്ലമാ നദിജത് ജുലൂദുഹും. അവരുടെ തൊലികൾ അങ്ങനെ പഴുത്തു പാകമായി കൊണ്ടിരിക്കുമ്പോഴെല്ലാം, ഓരോ തൊലിയും കത്തിക്കരിഞ്ഞിങ്ങനെ മാറുമ്പോഴെല്ലാം, ബദ്ദൽനാഹും, നാം അവർക്ക് ബദല് കൊടുക്കുന്നു, നാം അവിടെ പകരം കൊണ്ടുവരുന്നു. ജുലൂദൻ ഗൈറഹാ, അതിനേക്കാൾ ഫ്രഷായ തൊലികൾ നാം പകരം കൊടുക്കുന്നു. ഒരു തൊലി അങ്ങ് കത്തിത്തീരുമ്പോഴേക്ക് അടുത്ത തൊലി അവിടെ വളർന്നു, അതങ്ങ് പഴുക്കുമ്പോഴേക്ക് അടുത്തത് വന്നു. അങ്ങനെ നിരന്തരം അവിടെ ഫ്രഷ് തൊലികൾ ഇങ്ങനെ വരികയാണ്. കാരണം മനുഷ്യന്റെ വേദന അറിയണമെങ്കിൽ ശരീരത്തിൽ തൊലി വേണം. ത്വക്കിലൂടെയാണ്, തൊലിയിലൂടെയാണ് നമ്മൾ സ്പർശന സുഖം അറിയുന്നത്. അതുപോലെ തന്നെ വേദന അറിയുന്നത്. തൊലിയില്ലെങ്കിൽ വേദനയില്ല. അതുകൊണ്ട് തൊലിയങ്ങ് ഓരോന്ന് കരിയുമ്പോഴും അതിനേക്കാൾ കട്ടിയുള്ള ഫ്രഷായ തൊലികൾ നാം അവർക്ക് പകരമായി കൊടുക്കുന്നു. ഇതിനായി തൊലികൾ ഇങ്ങനെ പിന്നെയും പിന്നെയും നൽകുന്നത്. ശിക്ഷ ആസ്വദിക്കണമെങ്കിൽ തൊലി ശരീരത്തിൽ വേണം. ലിയദൂഖുല്ലദാബ്, ശിക്ഷ അവര് നന്നായിട്ടൊന്ന് രുചി നോക്കാൻ വേണ്ടി തന്നെ, ശരിക്കൊന്ന് അനുഭവിക്കട്ടെ എന്ന നിലക്ക്. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷിക്കണേ. നോക്കൂ സഹോദരന്മാരെ, മനുഷ്യൻ ഇതൊക്കെ ഇങ്ങനെ അനുഭവിക്കുമ്പോണ്ടല്ലോ, കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്നൊക്കെ ഒരു രക്ഷ ഉണ്ടാവില്ലേ? കുറച്ചു കാലം കഴിയുമ്പോൾ ഇന്നൊക്കെ ഒരു രക്ഷപ്പെടാൻ ഏതെങ്കിലും നിലക്കൊക്കെ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളെങ്ങാനും കരപറ്റിയാൽ അത് ആരറിയാനാണ്? അങ്ങനെയൊക്കെ പരിഹസിക്കുന്നവരില്ല, ചിന്തിക്കുന്നവരില്ലേ? വിശുദ്ധ ഖുർആൻ അതിന് പോലും മറുപടി പറയുകയാണ്. നരകാഗ്നിയുടെ ശിക്ഷയെ പറ്റി പറയുന്നിടത്ത് പറയുന്നു,
വലഹും മഖാമിഉ മിൻ ഹദീദ്. ആ പാപികൾക്ക് നരകത്തിയിൽ ഇരുമ്പിന്റെ ഗദകളുണ്ട്, ഇരുമ്പിന്റെ ഹാമറുകളുണ്ട്. മിഖ്മഅ എന്ന് പറഞ്ഞ ഹാമറാണ്, ചുറ്റികയാണ്, അടിച്ച് താഴ്ത്താൻ ഉപയോഗപ്പെടുത്തുന്ന വൻ ഗദകളാണ്. അത് ഇരുമ്പിനാലുള്ള കാരിരുമ്പിനാലുള്ള ഗദകളാണ്. ആ ഗദകൾ കൊണ്ട്, ചുറ്റികകൾ കൊണ്ട്, ഹാമറുകൾ കൊണ്ട് എന്താ ഉപയോഗപ്പെടുത്തപ്പെടുന്നത്? കുല്ലമാ അറാദു അയ്യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അവരെ അതാ നരകത്തിയുടെ അടിത്തട്ടിലേക്ക് ഇതാ ഇതുകൊണ്ട് അടിച്ച് താഴ്ത്തപ്പെടുകയായി, അതിലേക്ക് തന്നെ മടക്കപ്പെടുകയായി. അട്ടഹാസം നടന്നുകൊണ്ടിരിക്കുമ്പോ മറുപടി വരുന്നു, വദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചോളൂ, അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ ആസ്വദിച്ചോളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആ അട്ടഹാസത്തെ കുറിച്ച് ഖുർആൻ പറയുന്ന രംഗം, മനുഷ്യൻ നരകത്തിൽ കടന്നുകൊണ്ട് അട്ടഹസിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതാ ഖുർആൻ പറയുകയാണ്, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം. ജഹന്നം എന്ന് പറയുന്ന തീയാണ്. ആ നരകത്തിൽ തന്നെയാണ് നിഷേധികൾക്ക് കടക്കാനുള്ളത്. അവിടെ പ്രവേശിപ്പിക്കപ്പെട്ടാൽ മരണമില്ല കേട്ടോ, കാര്യമൊക്കെ കഴിഞ്ഞില്ലേ, അങ്ങനെ മരിച്ചു പോകാലോ? ഇല്ല. എന്നാൽ ശിക്ഷയിൽ വല്ല ഇളവുമുണ്ടോ? അതുമില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സീഹി കുല്ല കഫൂർ. എല്ലാ നിഷേധികൾക്കും, എല്ലാ നന്ദികെട്ടവന്മാരെയും നാം പ്രതിഫലം കൊടുക്കുന്നത് ഈ പ്രകാരമത്രേ. ഇനി പറയുന്ന രംഗം നോക്കൂ, വഹും യസ്തരിഖൂന ഫീഹാ. അവരാ നരകത്തിൽ കടന്ന് ആർത്തട്ടഹസിക്കുന്ന രംഗം. എന്തും പറഞ്ഞിട്ടാ അട്ടഹസിക്കുന്നത്? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, നീ ഞങ്ങളെ ഒന്ന് പുറത്തേക്കിട്ടുതാ. എന്തിനാണ്? നഅമൽ സാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലാത്ത കുറെ സൽക്കർമ്മങ്ങളൊക്കെ, അതൊക്കെ വേണ്ടത് തന്നെയായിരുന്നു. സമയത്ത് നിസ്കരിക്കേണ്ടത് തന്നെയായിരുന്നു, ഇപ്പൊ ബോധ്യമായി. കൃത്യമായി സക്കാത്ത് കൊടുക്കേണ്ടിയിരുന്നു, ഇപ്പൊ ബോധ്യമായി. പലിശ വാങ്ങരുതായിരുന്നു, ബോധ്യമായി. ഹറാമ് കാണരുതായിരുന്നു, ബോധ്യമായി. സിനിമയുടെ ആളാകരുതായിരുന്നു, സീരിയലുകളുടെ ആളാകരുതായിരുന്നു, സംഗീതത്തിന്റെ ആളാകരുതായിരുന്നു, മദ്ദളത്തിന്റെയും തബലയുടെയും ഗിറ്റാറിന്റെയും അതുപോലെയുള്ള മ്യൂസിക് ഉപകരണങ്ങളുടെയും ആളാവരുതായിരുന്നു. പലിശയിലൂടെ സമ്പാദിക്കരുതായിരുന്നു, ഹറാമ് തിന്നരുതായിരുന്നു, ഹറാമ് കാണരുതായിരുന്നു, കേൾക്കരുതായിരുന്നു. അല്ലാഹുവേ, നിന്നെ എല്ലാരെ വിളിച്ചു പ്രാർത്ഥിക്കരുതായിരുന്നു, നിന്റെ മുമ്പിൽ എല്ലാരെ സുജൂദ് ചെയ്യരുതായിരുന്നു, നിനക്ക് വേണ്ടി എല്ലാരെ നേർച്ച വഴിപാടർപ്പിക്കരുതായിരുന്നു. എല്ലാം ബോധ്യമായി. അല്ലാഹ്, ഒന്ന് പുറത്തേക്കിട്ട് തരുമോ? ഒന്നും കൂടെ ഒരായുസ് തന്നാൽ ഞങ്ങൾ ചെയ്യാതെ വിട്ടുപോയ അമൽ സാലിഹാത്തുകളൊക്കെ ഒന്ന് ചെയ്യാം റബ്ബേ എന്ന് നരകത്തിൽ കിടന്നുകൊണ്ട് പാപികൾ ആർത്തട്ടഹസിച്ച് വിളിച്ചു പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ അവരോട് ചോദിക്കുകയാണ്. അല്ലാഹ് അതിന് മറുപടി പറയുന്ന രംഗം നോക്കൂ. അല്ലാഹു ഇത് പറയുന്ന പാപികളോട് ചോദിക്കുകയാണ്, കാഫിറുകളോട് ചോദിക്കുകയാണ്, അവലം നുഅമ്മിറുക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലേ? നിങ്ങളെ ഞാൻ വെറുതെ ഇങ്ങ് ജഹന്നമിലിട്ടതാണോ? ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വയസ്സുകാലം ജീവിക്കാൻ തന്നില്ലേ? അവലം നുഅമ്മിറുക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലേ? 10ഉം 60ഉം 45ഉം 50ഉം 70ഉം 80ഉം ഒക്കെ കൊല്ലം ജീവിച്ചവർ, അതിനുമപ്പുറം ജീവിച്ചവർ, അള്ളാഹു കണക്കാക്കി ആയുഷ്കാലം ജീവിച്ചു തീർത്തവർ. അള്ളാഹു ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? എന്തിന്? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനും ഒക്കെ ഉപകാരപ്പെടുന്ന നിലക്ക് നിങ്ങൾക്ക് അതിനൊക്കെ സൗകര്യം കിട്ടുമാറ് ഞാൻ നിങ്ങൾക്ക് സമയം തന്നിരുന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ സൗകര്യം തന്നിരുന്നില്ലേ? മാത്രമല്ല, നേരേത് നെറുകേടേരെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പുകാര്, താക്കീതുകാര് നിങ്ങൾക്ക് വരികയും ചെയ്തിരുന്നില്ലേ? അന്നൊക്കെ നിങ്ങളത് കേൾക്കാൻ വരെ തയ്യാറായില്ല. കേൾക്കാൻ വരെ തയ്യാറായില്ല. നിങ്ങളതിനെ മാറ്റിവെച്ചു.
നിങ്ങളതിൽ നിന്ന് ഊരിച്ചാടി, നിങ്ങളതിൽ നിന്ന് കുതറി ഓടി. ഞാൻ എനിക്കിഷ്ടം പോലെ ജീവിക്കുമെന്ന് ധിക്കാരം പറഞ്ഞു, എനിക്ക് നിയമങ്ങൾ ബാധകമല്ലെന്ന് പടച്ചവനെ വെല്ലുവിളിച്ചുവല്ലേ, ഇപ്പോൾ കേഴുകയാണോ? അതുകൊണ്ട് ഫദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ, അനുഭവിച്ചുകൊള്ളൂ. വമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയെയും കാണാൻ കഴിയില്ല. വിശുദ്ധ ഖുർആന്റെ മറുപടി, അള്ളാഹുവിന്റെ മറുപടി പാപികളുടെ ദുഃഖവും സങ്കടവും വർദ്ധിക്കാനല്ലാതെ എന്തിനാണ് അവിടെ കാരണമാവുക? സഹോദരന്മാരെ, ഇനിയും എത്രയോ ഉണ്ട് ജഹന്നമിന്റെ ഭീകരതകൾ. ആർക്ക് വർണ്ണിക്കാനാകും? അത് ആർക്ക് പറയാൻ സാധിക്കും? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ വിവരിച്ചു തന്നിട്ടുണ്ട്. ഈ കഠിനകഠോരമായ ആഴവും പരപ്പും വിശാലതയും ഭീകരമായ ദൃശ്യങ്ങളും എല്ലാ രൂപത്തിലുമുള്ള ശിക്ഷകളുടേതായ കേന്ദ്രം ഇന്നഹാ സാത്ത് മുസ്തഖറോ, അതെത്ര മോശമായ സങ്കേതമാണ്, അതുപോലെ തന്നെ എത്ര മോശമായ സ്ഥലമാണ് എന്നൊക്കെ പറയുന്ന വാചകങ്ങളിലൂടെ ധാരാളമായി ശുദ്ധവചനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട ആ നരകത്തിയിൽ നിന്ന് രക്ഷ നേടലാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത. ഇതിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് കഴിയണം. ഇതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയണം. ജഹന്നമിനെ കുറിച്ച് അല്ലാഹുവോട് പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മനോമുകുരത്തിൽ തെളിഞ്ഞു വരണം. വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞ ജഹന്നമിന്റെ ഭീകരതകൾ, അതിന്റെ ഏറ്റവും ഭയാനകമായ രംഗങ്ങൾ ഞാൻ അതിൽ നിന്ന് ഒരല്പം മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൂ. പറഞ്ഞതിന്റെ 10 ഇരട്ടിയാണ് പറയാതെ പോയിട്ടുള്ളത്. ആ കഠിനകഠോരമായ നരകം, അതിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസി, ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്, കേവല പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ അതിനാവശ്യമായ സഹായകരമായ നിലക്കുള്ള പ്രവൃത്തിയും വേണം. നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ എന്ന് പറയുക, നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെയൊക്കെ മോചിപ്പിക്കണേ എന്ന് മനമുരുകി ലൈലത്തുൽ ഖദറിൽ പ്രാർത്ഥിക്കുക. പക്ഷേ ജീവിതത്തിൽ പിന്നെയും ജഹന്നമിലേക്ക് കൂപ്പുകുത്തി വീഴാൻ മാത്രമുള്ള വിശ്വാസവും ആചാരവും സ്വഭാവവുമായി നടക്കുകയും ചെയ്യുക. ഈ ഒരവസ്ഥയായാൽ നമുക്ക് ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ. വിശ്വാസം നന്നാക്കണം. വല്ലസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, സർവ്വ മനുഷ്യന്മാരും പരാജയത്തിലാണ്. പരാജയം എന്ന് പറയുന്നത് പരലോക പരാജയമാണ്. അത് ജഹന്നമിൽ ചെന്ന് വീഴലുമാണ്. അതിൽ നിന്നുള്ള രക്ഷ ലഭിക്കപ്പെടുന്നത് ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, അമിലുസ് സാലിഹാത്തി, നല്ല നല്ല പ്രവൃത്തികൾ ചെയ്തവരൊഴികെ, വതവാസൗ ബിൽ ഹഖി, താൻ നന്നായാൽ മാത്രം പോരാ, താൻ അറിഞ്ഞ സത്യത്തെ അത് അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ട പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നവനും. അതുപോലെ തന്നെ ആ മാർഗം വലിയ സുഗമമായ മാർഗമല്ല. ആളുകളോട് ഹക്ക് പറയുമ്പോ, ഹക്ക് കൊണ്ട് ഉപദേശിക്കുമ്പോ ഒരുപാട് ത്യാഗമുണ്ട്. സാമ്പത്തിക നഷ്ടം വരും, ശാരീരിക ദ്രോഹമേൽക്കേണ്ടി വരും, മാനസിക പീഡനം അനുഭവിക്കേണ്ടി വരും, ധാരാളം ദ്രോഹങ്ങൾ ഉണ്ടാകേണ്ടി വരും. അതൊക്കെയും നേരിടാനുള്ള മനക്കരുത്ത് വേണം. തവാസൗ ബിസ്സബ്രി, സബ്ർ കൊണ്ടും പരസ്പരം ഈ മേഖലയിൽ ഉപദേശിക്കുന്നവരും ഒഴികെ. നമ്മൾ ചിന്തിക്കുക, ജഹന്നമിൽ പോകാൻ മാത്രം വിധിക്കപ്പെട്ടവരാണോ? എന്താണ് നമ്മുടെ വിശ്വാസം? അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമാണ് ശിർക്ക്. എന്തും അവൻ പൊറുക്കും, ശിർക്ക് അവൻ പൊറുക്കില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് ഒരിക്കലും പൊറുക്കുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിൽ താഴെയുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ തൗബ കൂടാതെ തന്നെ പുറത്തു കൊടുത്തേക്കും. തൗബയുണ്ടെങ്കിലല്ലാതെ ശിർക്ക് അല്ലാഹു പൊറുക്കൂല. തൗബ ചെയ്യാതെ ഒരാൾ ശിർക്കായിക്കൊണ്ട് മരണപ്പെട്ടു പോയാൽ ശാശ്വതമായി നരകത്തിൽ തന്നെയാണ്. ഏറ്റവും ഭയപ്പെടേണ്ടുന്ന രോഗമാണ് ശിർക്ക്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, വിവിധ മതത്തിലെ ആളുകൾ കല്ലുകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, കല്ലുകളോട് തേടുന്നു, ഖബറുകളോട് തേടുന്നു, ഖബറിൽ അടക്കപ്പെട്ട മഹാത്മാക്കളോട് തേടുന്നു. അതുപോലെ തന്നെ നിർത്തിവെക്കപ്പെട്ടതും കിടത്തിവെക്കപ്പെട്ടതുമായ ബിംബങ്ങളുടെ മുമ്പിൽ പോയി പല രൂപത്തിലുള്ള ആചാരങ്ങൾ ചെയ്യുന്നു.
അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവരോട് സങ്കടം പറയുന്നു, അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു, അവരെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളുടെ ചുറ്റും അവർ വലം വെക്കുന്നു, തവാഫ് ചെയ്യുന്നു, പല രൂപത്തിലുള്ള സങ്കടങ്ങളും അവിടെ പോയി ബോധിപ്പിക്കുന്നു. പറഞ്ഞിട്ട് ആഗ്രഹങ്ങൾ തീരാത്തത് കടലാസുകളിൽ എഴുതിയിട്ട് മഹാത്മാക്കളുടെ ദർഗകളിലേക്ക് അപേക്ഷകളായി ഇട്ടുകൊടുക്കുന്നു. ഒരുപാട് ദർഗകളിൽ കുറെ പോയി നോക്കുമ്പോ ഈ സമൂഹത്തിന്റെ ദയനീയമായ സ്ഥിതി അറിയാൻ ഒന്ന് പോയി നോക്കിയാൽ പല ദർഗകൾക്കകത്തും ഒരുപാട് കടലാസ് കഷ്ണങ്ങൾ. ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച അപേക്ഷാ ഫോറങ്ങളാണ്. അപേക്ഷകൾ എറിഞ്ഞിട്ടിരിക്കുകയാണ്. ആ ഖബറിൽ കിടക്കുന്ന വലിയനോട്, മഹാത്മാവിനോട്, മഹദിയോട്, അല്ലെങ്കിൽ ആരാണെന്നറിയാത്ത ആളോട് ചോദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും, സങ്കടങ്ങളും, മനസ്സിന്റെ വേദനകൾ പറഞ്ഞിരിക്കുകയാണ്, എഴുതിയറിയിച്ചിരിക്കുകയാണ്, പാടിപ്പറയുകയാണ്. അവിടെ വെച്ച് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് തേടുകയാണ്, സഹോദരാ അല്ലാഹു പൊറുക്കുമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഖുൽ, നബിയോട് അല്ലാഹു തആല പറഞ്ഞില്ലേ, പറയൂ നബിയേ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. മറ്റൊരാളെ വിളിച്ചു തേടുമ്പോ, മറ്റൊരാളോട് ദുആ ചെയ്യുമ്പോ അത് പങ്കു ചേർക്കലായി മാറും എന്നർത്ഥം. അല്ലാഹു തീരെ പൊറുക്കാത്ത സംഗതിയാണ്. ജഹന്നം, കഠിന കഠോരമായ നരകം ശിർക്ക് ചെയ്യുന്ന ആളുകളെ കാത്തിരിക്കുകയാണ്. ഏത് മതക്കാരനായിരുന്നാലും ഏത് വിഭാഗമായിരുന്നാലും ശിർക്കാണ് അവൻ പ്രവർത്തിക്കുന്നതെങ്കിൽ കഠിന കഠോരമായ നരകം കാത്തിരിക്കുകയാണ്. പിന്നെ മൊത്തത്തിൽ അസീം പാപികളായ ആളുകൾ, അതിന്റെ താഴെയുള്ള പാപികൾ. ഏത് പാപങ്ങളൊക്കെയാണ്, എന്തൊക്കെയാണ് അള്ളയാണല്ലോ അറിയുന്നവൻ. നാം ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസം ശുദ്ധിയാക്കലാണ്. വിശ്വാസം ശുദ്ധമാവാതെ ഒരു കർമ്മവും വിലപ്പോവില്ല. അതുകൊണ്ട് ശിർക്ക് വന്നു പോകരുത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരാൾ കാണാൻ വേണ്ടിയാകരുത്. റിയായിന്റെ മനസ്ഥിതി ഉണ്ടാകരുത്. അള്ളാഹിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന ഇഖ്ലാസോടെ ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക. ഒരു നിലക്കും ശിർക്കുകൾ വന്നു പോകാതെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കുക. ഹറാമുകളിൽ നിന്ന് ജീവിതത്തെ കൺട്രോൾ ചെയ്യുക. ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു, ജീവിതം അശ്ലീലതകൾ കൊണ്ട് നിറഞ്ഞാടുകയാണ്. കഴിഞ്ഞ ഒരു വിഷയമുണ്ടായിരുന്നു നമുക്ക് പറയാൻ ബാക്കിയുള്ളത്, ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഈ സമുദായത്തിൽ അശ്ലീലതകൾ പടർന്നു പിടിക്കുകയാണ്, തോന്നിയാസങ്ങൾ വർദ്ധിക്കുകയാണ്. മൊബൈൽ എന്ന് പറയുന്ന ആ ഒരു അനുഗ്രഹം എന്ന് പറയപ്പെടാവുന്ന, നമുക്ക് പലരുമായും ബന്ധപ്പെടാനും പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന ആ ഒരു അനുഗ്രഹം പോലും ഉപയോഗപ്പെടുത്തിയിട്ട് ചീത്തയും വൃത്തികേടുകളും അശ്ലീലങ്ങളും പെരുകുകയാണ്, വർദ്ധിക്കുകയാണ്. ഈ സമുദായത്തിന്റെ ദുരന്തം എന്താണ്? അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. നാം മനസ്സിലാക്കുക, ഗൗരവത്തോടുകൂടി നരകത്തീ കാത്തിരിക്കുകയാണ്. ധിക്കാരികളെ പിടിച്ചൊതുക്കാൻ സഈർ കാത്തിരിക്കുകയാണ്, ഹുത്തമ കാത്തിരിക്കുകയാണ്, ലളാ കാത്തിരിക്കുകയാണ്, സഈർ കാത്തിരിക്കുകയാണ്, ജഹീം കാത്തിരിക്കുകയാണ്, ഹാവിയ കാത്തിരിക്കുകയാണ്. ഇതൊക്കെയും നരകത്തീയുടെ ഗൗരവമായിക്കൊണ്ട് അല്ലാഹ് പറഞ്ഞ പേരുകളാകുന്നു. പിടിച്ചു കുലുക്കുന്ന, തകർത്തെറിയുന്ന, ഇടിച്ച് പരുവത്തിലാക്കുന്ന ഹുത്തമ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതിഗൗരവമായ എന്തെല്ലാം വൃത്തികേടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഇന്ന് ഖുതുബയിൽ സൂചിപ്പിച്ചത് ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 2-3-4 ദിവസം കഴിഞ്ഞാൽ ഇതാ മുസ്ലിമിനെ നശിപ്പിക്കാൻ വേണ്ടി പിശാച് വല വിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരനോടും സഹോദരിയോടും പറയട്ടെ, ചെകുത്താൻ വല വിരിച്ചിരിക്കുകയാണ്. 1 മാസം കൊണ്ട് നിങ്ങൾ നിസ്കരിച്ച തറാവീഹ് നിസ്കാരം, നിങ്ങൾ ഓതിയ ഖുർആൻ, നിങ്ങൾ കൊടുത്ത സദഖ, നിങ്ങൾ ഉണ്ടാക്കിയ തഖ്വ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ശുദ്ധീകരണം, കരഞ്ഞു കലങ്ങിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ തൗബ, അതെല്ലാം തകർത്തെറിയാൻ വേണ്ടി ശവ്വാലിന്റെ ദിവസം അതാ പല കക്ഷികളും പല സ്ഥലങ്ങളും ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സിനിമാ സ്റ്റാറുകൾ എത്തിത്തുടങ്ങി, നടീനടന്മാരുടെ വരവായി, ഗായിക ഗായകന്മാരുടെ കൂലം കുത്തി വഴുക്കായി. മുസ്ലിമേ, അല്ലാഹുവിന് ഭയമുണ്ടോ? ഇതുവരെ പറഞ്ഞ ജഹന്നമിനെ പേടിയുണ്ടോ?
കത്തിയാളുന്ന നരകത്തിയുടെ ഒരംശത്തിന്റെ ചൂടെങ്കിലും സഹിക്കാൻ എനിക്കും നിങ്ങൾക്കുമാകുമോ? അല്ലാഹു റബ്ബുൽ ആലമീൻ തന്ന ഈ കണ്ണുകൊണ്ട് വീടിന്റെ അകത്തിരുന്നിട്ടാണെങ്കിലും പുറമേക്ക് പോയിട്ട് പൊതു സദസ്സിൽ വെച്ചിട്ടാണെങ്കിലും കണ്ണുകൊണ്ട് വ്യഭിചരിക്കാൻ മുസ്ലിമേ ഇനിയും തീരുമാനമുണ്ടോ മനസ്സിലെങ്കിൽ, ഇനിയും ആ തീരുമാനം ബാക്കിയുണ്ടെങ്കിൽ, എത്ര കൊല്ലമായി നമ്മൾ ഇത് കേൾക്കുന്നു? മുസ്ലിമേ, നമുക്ക് മുത്തുനേതാവ് നമ്മളോട് നിരോധിച്ച സംഗതിയാണ് സംഗീതോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തൽ. ആ മ്യൂസിക്കുകളുടെ പാട്ടുകൾ കേട്ടിട്ട്, സിനിമകൾ കണ്ടിട്ട്, സീരിയലുകളുടെ പിന്നാലെ പോയിട്ട്, ഗായികമാരുടെ മുമ്പിൽ പോയി ഇരുന്ന് കൊടുത്തിട്ട്, ആട്ടക്കാരികളുടെ മുമ്പിൽ പോയിട്ട് ഹറാമായവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ണുകൾ കൊണ്ട് നക്കി തുടക്കുന്ന, കണ്ണുകൾ കൊണ്ട് കൊത്തി വലിക്കുന്ന ഹറാമിന്റെ സംഗീതങ്ങൾ അല്ലാഹു തന്ന ഈ കാതുകൊണ്ട് കേൾക്കുന്ന ഏത് പാർട്ടിക്കാരനുണ്ടോ, ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, ഏത് ഗ്രൂപ്പുകാരനാവട്ടെ, ഏത് സംഘടനക്കാരനാവട്ടെ, ആരാവട്ടെ, പൊന്നാര മുസ്ലിമേ, ആ വേദികളിലേക്ക് പോയി കൊടുക്കരുത്. ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്നവര് പോലും മുഴുനീള പെണ്ണിന്റെ ചിത്രം കൊടുക്കുകയാണ്, ആട്ടക്കാരികളുടെ ചിത്രം കൊടുക്കുകയാണ്, പാട്ടുകാരികളുടെ നഗ്നമായ തുടുത്ത മേനിയുടെ ഫോട്ടോ തങ്ങളുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നാണമില്ലാതെ, പടച്ചവനെ പേടിയില്ലാതെ ഇസ്ലാമിന്റെ പേര് വികൃതമാക്കാൻ ഈ പവിത്രമായ റമദാൻ ഷരീഫിന്റെ രാവുകളിലും പകലുകളിലുമൊക്കെ മുസ്ലിമിന്റെ വീട്ടിൽ വരുന്ന പത്രത്തിലതാ മുഴുനീളൻ പെണ്ണിന്റെ ഔറത്ത് മറക്കാത്ത ചിത്രമല്ലേ കാണുന്നത്? അത് നോക്കിക്കൊണ്ട് കണ്ണുകൾ കൊണ്ട് വ്യഭിചരിക്കുന്ന ആയിരക്കണക്കിന് വായനക്കാരന്റെ പാപത്തിന്റെ ഭാരമേൽക്കാൻ ഈ പാർട്ടിക്കാരുണ്ടാകുമോ പരലോകത്ത്? ഇവരുണ്ടാകുമോ പരലോകത്ത്? അതൊന്നും വലിയ കുഴപ്പമില്ല. ഈ കാലഘട്ടത്തിൽ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ജേർണലിസം എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഔറത്ത് മറക്കണ പെണ്ണിനെ കൊടുത്താൽ പിന്നെ ജ്വല്ലറിയിലെ പരസ്യം ശരിയാവും. ഔറത്ത് മറക്കണ പെണ്ണിനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം മറക്ക, ഒന്നുമില്ലാത്തൊരു പെണ്ണിനെ കാണിച്ചാൽ പിന്നെ പർദ്ദ ചെലവാകും. വസ്ത്രം ശരിയാകുമോ? എന്താ ന്യായീകരണങ്ങൾ? ഒരു മ്യൂസിക് കേട്ടു വിചാരിച്ചിട്ട് ലോകം ഇടിഞ്ഞു വീഴുമോ? പെണ്ണൊന്നും ശരിയായ നിലക്കല്ലാതെ ഒരു ലൂസില്ലാത്ത വസ്ത്രം ധരിച്ച്, ടൈറ്റായിട്ട് വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയാൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ? എന്തൊക്കെയാ പരിഹാസങ്ങൾ, എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ചോദ്യങ്ങളൊക്കെ അള്ളാനോടാണ് ചോദിക്കേണ്ടത്. നാഥനാ നമ്മളോട് പറയുന്നത്, ഞാൻ തന്നതാണ് കണ്ണ് കേട്ടോ. അലം നജഅൽ ലഹു ഐനൈൻ, നാം അവന് 2 കണ്ണുകൾ കൊടുത്തിട്ടില്ലയോ? നാം കൊടുത്തതാനാ പറയുന്നത്. അല്ലാഹ് തന്ന സാധനമാണ്. സാധനം തന്ന ഉടമയ്ക്ക് ഇഷ്ടമില്ലാതെ തന്ന സാധനം ഉപയോഗിക്കാൻ പറ്റുമോ? ഞാനൊരാളുടെ കയ്യിൽ ഒരു സാധനം ഏൽപ്പിച്ചു, സമയമാകുമ്പോ തിരിച്ചു തരാൻ എനിക്ക് വെറുപ്പുള്ള സംഗതിക്ക് അയാളത് ഉപയോഗപ്പെടുത്തി എന്നറിഞ്ഞാൽ ഞാൻ സഹിക്കുമോ? നിങ്ങൾ സഹിക്കുമോ? അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നതാണ് ഈ 2 കണ്ണുകൾ. ഈ 2 കണ്ണുകൊണ്ട് ഇനിയും ന്യായീകരണം പറഞ്ഞിട്ട് സിനിമയുടെ ആളാവാനും, സീരിയലുകളുടെ ആളാവാനും, അത് കണ്ട് രസിക്കാനും, ശവ്വാലിന്റെ പെരുന്നാളിന്റെ ഇശൽ സന്ധ്യകളിൽ പോയിട്ടിരിക്കാനും, ടിക്കറ്റ് കിട്ടിയിട്ടാണെങ്കിലും കിട്ടാതെയാണെങ്കിലും അതിനെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതിന്റെ ഒത്താശക്കാരനായിട്ടാണെങ്കിലും ആരായിട്ടാണെങ്കിലും മുസ്ലിമേ, ഒരു മാസക്കാലം കൊണ്ട് അധ്വാനിച്ച അധ്വാനത്തെ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർക്കാനാണ് തീരുമാനമെങ്കിൽ, തകർക്കാനാണ് തീരുമാനമെങ്കിൽ, തകർക്കാനാണ് തീരുമാനമെങ്കിൽ ശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ. എല്ലാവർക്കും അവിടെ വെച്ച് കാണാം, ജഹന്നമിൽ കാണാം, ജഹന്നമിൽ കാണാം. ഫകുബ്കിബൂ ഫീഹാ ഹും വൽ ഗാവൂൻ വജുനൂദു ഇബ്ലീസ് അജ്മഊൻ. ഇബ്ലീസിനെ സ്നേഹിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കുകളെയൊക്കെ പുറങ്കാല് കൊണ്ട് ചവിട്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ഇബ്ലീസിന്റെ വ്യാഖ്യാനങ്ങൾ കേട്ടിട്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കണ്ണിന് ആനന്ദം കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പിശാചിന്റെ വേദികളിലേക്ക് ഇനിയും പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ, ഇനിയും അതിന് തന്നെയാണ് ഭാവമെങ്കിൽ ഒന്നും പറയാനില്ല. ഉത്തരവാദിത്തം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞുവെന്ന് മാത്രമേ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. നരകം അവരെ കാത്തിരിക്കുന്നു, ജഹന്നം കാത്തിരിക്കുന്നു. അതൊക്കെ അവിടെ എത്തുമ്പോ കാണാമെന്ന് പറയാൻ മാത്രം, ഈ നരകത്തിയെ ഞങ്ങളങ്ങ് സഹിച്ചോളാമെന്ന് പറയാൻ മാത്രം. ഫമാ അസ്ബറഹും അലന്നാർ, ഈ നരകത്തെ ഞങ്ങളങ്ങ് സഹിച്ചോളാമെന്ന് പറയാൻ മാത്രം ധിക്കാരം ഇവർക്ക് എങ്ങനെയുണ്ടായി, എങ്ങനെ ഇവർക്ക് മനസ്സ് വരുന്നു? ഖുർആനിന്റെ ചോദ്യമാണ്, എന്റെയും നിങ്ങളുടെയും മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ചോദ്യം.
ഒറ്റക്കൊറ്റക്ക് ഖബറിൽ കിടക്കണം, ഒറ്റക്ക് ഖബറിൽ കിടക്കണം. അന്ന് ഈ സിനിമയും സീരിയലിനെയൊക്കെ പലതിനും ഉപയോഗപ്പെടുത്താ എന്ന് പറഞ്ഞ് പെണ്ണിനെ കൊണ്ട് പാടിക്കുന്ന, ആടിക്കുന്ന, ശരീരം പുറത്തേക്ക് കാണിച്ചുകൊണ്ട് പരസ്യം കൊടുക്കുന്ന, സർക്കുലേഷന് വേണ്ടി അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിക്കാരനും ഒരു നേതാവും നിങ്ങൾക്ക് വക്കാലത്ത് പറയാൻ ഖബറിൽ ഉണ്ടാവില്ല. പടച്ചോനെ പേടിയുണ്ടോ? അള്ളാനെ ഭയമുണ്ടോ? ജഹന്നം പേടിക്കുന്നുണ്ടോ? റബ്ബേ, നിന്റെ നരകം വരെ സഹിക്കാൻ ഞങ്ങൾക്കാവില്ല, ആ ബോധമുണ്ടോ? ഈ രാത്രിയിൽ തീരുമാനമെടുക്കണം അള്ളാന്റെ മുമ്പിൽ. അല്ലാ, ഞാൻ ഒരുപാട് ചെയ്തു പോയവനാണ് ഈ കണ്ടുകൊണ്ട്, നിനക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞവനാണ്, കേട്ടവനാണ്. നാഥാ, അഫ്വ് തരണം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ. നാഥാ, നീ ഏറെ പൊറുക്കുന്നവനല്ലേ, ഏറെ മാപ്പ് ചെയ്യുന്നവനല്ലേ. തുഹിബ്ബുൽ അഫ്വ, ഈ മാപ്പ് നിനക്ക് വലിയ ഇഷ്ടമല്ലേ. ഫഅഫു അന്നീ, എനിക്ക് മാപ്പ് തരണം അല്ലാ. ഈ രാത്രിയിൽ പറഞ്ഞോളൂ സഹോദരന്മാരെ. സാധുവായ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഉള്ളവനും അത് പ്രാർത്ഥിക്കും തീർച്ചയാണ്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് വലിയ ലാഭമുള്ള സംഗതിയാണ്, വലിയ ലാഭമുള്ള കാര്യമാണ്. തന്റെ സഹോദരന്റെ സാന്നിധ്യത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴില്ലാത്ത ഒരു മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ എന്റെ സഹോദരന്റെ അസാന്നിധ്യത്തിൽ അയാളുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്റെ അടുക്കൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് പറയുമ്പോൾ, അല്ലാഹ് അയാളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ, അല്ലാഹു അയാൾക്ക് ഇൽമു വർദ്ധിപ്പിക്കണേ എന്ന് പറയുമ്പോൾ, ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് പറയുമ്പോൾ, നല്ല അന്ത്യം നൽകണേ എന്ന് പറയുമ്പോൾ, ആരോഗ്യം നൽകണേ എന്ന് പറയുമ്പോൾ, സുഖം നൽകണേ എന്ന് പറയുമ്പോ അതാ മലക്ക് പറയുന്നു ആമീൻ ആമീൻ വലക ബിമിസ്ലി, നിനക്കും അതുപോലെ അല്ലാഹ് തരട്ടെ, നിനക്കും അതുപോലെ അല്ലാഹ് തരട്ടെ എന്ന് പറയുന്ന ഒരു വലിയ കാര്യം. പ്രാർത്ഥിക്കുക നമ്മൾ. സഹോദരന്മാരെ, ഈ സാധുവായ എന്റെ വിവരണം കൊണ്ട് ജഹന്നമിന്റെ വിവരണം പൂർത്തിയായിട്ടില്ല, അത് പൂർത്തിയാക്കാനുമാവില്ല. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഇത്രയൊക്കെ പോരെ, ഇത്രയൊക്കെ പോരെ. ബുദ്ധിയുള്ളവന്, ചിന്തിക്കുന്നവന് ഇനിയും നമ്മുടെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും നമ്മുടെ കച്ചവടങ്ങളിലെ കുഴ്ത്തിവെപ്പുകളിലും കരിഞ്ചന്തകളിലും നുണപറയലുകളിലും ജീവിതത്തിന്റെ ശുദ്ധിയില്ലായ്മയിലും കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും നാവുകൊണ്ടുമൊക്കെ വ്യഭിചരിക്കുന്ന അവസ്ഥയിലും ഇനിയും പെടാപ്പാടുപെടുന്ന ഒരു ജീവിതത്തിൽ തന്നെയാണ് തുടരാൻ ഭാവമെങ്കിൽ വല്ലാഹി വല്ലാഹി അതാ അറിയിപ്പ് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അറിയുള്ളവനും അറിയാത്തവനും സമമാകുമോ? ഖുൽ, നബിയെ ചോദിക്കൂ, ഹൽ യസ്തവിൽ അല്ലദീന യഅലമൂന ഹൽ യസ്തവിൽ അല്ലദീന യഅലമൂന, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഖുർആൻ ചോദിക്കൂ. മുന്നറിയിപ്പുകൾ കിട്ടിയിട്ട് അതിനെ അവഗണിക്കുന്നവനേക്കാൾ കടുത്ത അക്രമി ആരാണ്? ഫമൻ അദ്ലം മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ. ഉത്ബോധനങ്ങൾ കിട്ടിയിട്ടും അതൊക്കെ അവഗണിച്ച് തള്ളിക്കളയുന്നവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? അതുകൊണ്ട് സഹോദരന്മാരെ, ഇനി ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ പുണ്യമായ രാത്രിയിൽ ജഹന്നമിനെ പറ്റി ഇത്രയും നേരം പറഞ്ഞത്, ഇന്ന് നേരം പുലരുവോളം ഈ ഓർമ്മകളുമായി ജഹന്നമിൽ നിന്ന് അള്ളാഹുവോട് കാവൽ ചോദിക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളാരും ഇതുവരെ കേൾക്കാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് ഈ വിഷയം തെരഞ്ഞെടുത്തത് തന്നെ പുണ്യമേറിയ ഈ രാവിലെത്തുമ്പോ ഈ നീറുന്ന ഓർമ്മകളുമായി ഇന്ന് പുലരുവോളം നമുക്ക് പ്രാർത്ഥിക്കാനാവണം, നമ്മുടെ മനസ്സിലുണ്ടാകണം, അല്ലാഹ് ഈ കഠിന കഠോരമായ ജഹന്നമിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന്. വരും ദിവസങ്ങളിലും നമുക്കത് പ്രേരകമാവണം. അതിനുവേണ്ടിയാണ് ചുരുങ്ങിയ വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. റഹ്മത്തുർ-റഹീമീനായ നാഥ, ജഹന്നമിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം റബ്ബുരാനെ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ മഖാമ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.